അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തആല സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകം വളരെ പുരോഗതി നേടിയിട്ടുണ്ട്. പക്ഷേ ചില അപജയങ്ങൾ പലപ്പോഴും ചിലരെങ്കിലും ഇപ്പോഴും ഏറ്റുപിടിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അഥവാ ഈ ഏപ്രിൽ 1 ഒരു വിഡ്ഢി ദിനമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ദിനം, അല്ലെ ഒരാളെ വിഡ്ഢിയാക്കുക, അതൊരു ശരിയല്ലല്ലോ. ഒരാളെ വിഡ്ഢിയാക്കലോ ഒരാളെ പരിഹസിക്കലോ ഒന്നും ഒരു മാന്യതയ്ക്ക് ചേർന്നതല്ല. എങ്ങനെ നമ്മൾ ഒരാളെ വിഡ്ഢി എന്ന് വിളിക്കും? വിഡ്ഢിത്തരം കാണിക്കുന്നവരെ വിഡ്ഢി എന്ന് വിളിക്കാം. പക്ഷേ നമ്മളൊരാളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നമ്മൾ മെനഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് ഏപ്രിൽ 1 ചില ആളുകളെങ്കിലും നടത്തുന്നത്. ഒരിക്കലും അത് ശരിയല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമായിട്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ വീഡിയോകളൊക്കെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് അയക്കുന്നതും അതിനുവേണ്ടി ചെയ്യുന്നതുമാണ്. ഒരിക്കലും കളവ് പറയൽ, അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കൽ, ഒരാളെ സമൂഹ മധ്യത്തിൽ ചെറുതാക്കി കാണൽ, ഇത് ഇസ്ലാം അനുവദിച്ചതല്ല. ഇസ്ലാം അതിനൊരു പിന്തുണയും നൽകുന്നില്ല. സൂറത്തുൽ ഹുജറാത്തിൻ്റെ ഒരു ആയത്ത് നിങ്ങളൊന്ന് നോക്കൂ. അല്ലാഹു തആല പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ നിങ്ങൾ പരിഹസിക്കരുത്. അഥവാ നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവരായിരിക്കും ചിലപ്പോൾ നല്ലവർ. ഒന്നും കൂടെ അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞു, വല നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു പെണ്ണും മറ്റേ പെണ്ണിനെ പരിഹസിക്കരുത്. ഇപ്പം എല്ലാവരും പെട്ടു. കൗം എന്ന് പറഞ്ഞ സമൂഹം, ജനത എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും പെട്ടു. പക്ഷേ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പിന്നെ ആയത്തുകളിൽ പ്രത്യേകം അല്ലാഹു തആല എടുത്ത് പറയുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. കളവ് പറയാൻ ഒരു ദിവസം ഇല്ല. ഒരു ദിവസം കളവ് പറയുക, യഥാർത്ഥത്തിൽ അത് എവിടുന്ന് വന്നതാണ്? മുൻകാലങ്ങളിലൊക്കെ അതിൻ്റെ ആ ഒരു അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഫ്രാൻസിൽ നടന്ന ഒരു സംഭവം അതിലേക്ക് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പല കാരണങ്ങളും പറയപ്പെടുന്നു. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ നാവ് കൊണ്ട്
സത്യമേ പറയാവൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം, ഇദാ കദിബ അൽ അബ്ദു, ഒരടിമ കളവ് പറഞ്ഞ, കദിബത്ത് ഒറ്റ കളവ് പറഞ്ഞ, തബഅദ അൻഹുൽ മലക്കു, മലക്കവനെ തൊട്ട് വിദൂരമാകും, മീലൻ മിൻ നുത്നി മാ ജാബി, കളവ് പറയുന്നതിലൂടെ അവനിൽ നിന്നുണ്ടായ ഒരു മ്ലേച്ഛകരമായ ഒരു വാസന, ദുർഗന്ധം, അത് സഹിക്കവയ്യാതെ മലക്ക് പോലും അവനെ തൊട്ട് മൈൽ അകലെ പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കളവ് പറയുന്നവൻ്റെ അടുക്കൽ കാരുണ്യത്തിൻ്റെ മലക്ക് പോലും ഉണ്ടാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല, ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരുണ്ട്, രസത്തിനു വേണ്ടി. വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്സിബു ലിയദ്ഹക ബിഹിൽ ഖൗം ഫവൈലുൽ ലഹു വൈലുൽ ലഹു, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ, അവർക്ക് നാശമാണ്, അവർക്ക് നാശമാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറ ഔ ലിയസ്കുത്. അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ നല്ലതാണ് പറയേണ്ടത്. പറ്റുകയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. എന്നാലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ ആ പറയുന്നത് സത്യമാണോ എന്ന്, നന്മയാണോ എന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിൽ ഇടപെടാവൂ. അല്ല, നിങ്ങൾക്കതിലൊരു നന്മ കാണുന്നില്ലെങ്കിലോ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണെങ്കിലോ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണ്. അവിടെ ഒന്നും പറയരുത് എന്നാണ് ഇസ്ലാം. നിങ്ങൾ മൗനമാണ് അവലംബിക്കേണ്ടത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന രണ്ട് മലക്ക് എഴുതി വെക്കുന്നു നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറിയ കുട്ടികളോട് പോലും കളവ് പറയാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല ലക്ഷ്യത്തിനായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, ചെറിയ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കും, മിഠായി തരാം, മിഠായിയാണിത് എന്നൊക്കെ കാണിച്ച്, പക്ഷെ മിഠായി ഉണ്ടാവില്ല. അതുപോലും കളവാണ്. ഒരു കുട്ടിയോട് ഒരാൾ പറഞ്ഞു നീ വാ, എന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഫഹിയ കദീബത്തുൻ, അത് കളവാണ് ആ പറഞ്ഞത് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സത്യത്തിനാണ് വിജയം. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ചരിത്രം. കുട്ടിയായിരിക്കുന്ന കാലത്ത് പഠിക്കാൻ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, കളവ് പറയരുതേ മോനെ, സത്യം മാത്രമേ പറയാവൂ. കൊള്ളക്കാരും കള്ളന്മാരുമുള്ള വഴിയിലൂടെ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ആ കുട്ടി പോകുമ്പോൾ 40 ദീനാർ സ്വർണം ആ കുട്ടിയുടെ വസ്ത്രത്തിൻ്റെ ഉമ്മ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് പഠിക്കാനുള്ള ചെലവിന് വേണ്ടിയിട്ട്. അത് കളവ് പറയരുത് എന്നാണ്, സത്യം മാത്രമേ പറയാവൂ. കൊള്ളക്കാർ പിടിച്ചു, എന്താണ് എൻ്റെ കയ്യിലുള്ളത്, 40 ദീനാറുണ്ട്. ഇവർക്ക് വിശ്വാസം വന്നില്ല. രണ്ടാമതും വേറെ ആൾ പിടിച്ചു, അപ്പോഴും ഈ കാര്യം പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ആൾ ഈ കൊള്ള സംഘത്തിൻ്റെ തലവൻ്റെ അടുക്കൽ ഈ കുട്ടിയെ ഹാജരാക്കുമ്പോൾ ആ തലവൻ ചോദിച്ചു, എന്താണ് എൻ്റെ അടുക്കൽ? എൻ്റെ ഉമ്മ തന്ന 40 ദീനാറുണ്ട്. അങ്ങനെ ഈ കൊള്ളത്തലവൻ്റെ വലിയ അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരാൾ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇതുവരെയുള്ള ആളുകളൊക്കെ സ്വർണ്ണങ്ങൾ ഉണ്ടായിട്ടും കളവാണ് പറഞ്ഞത്. അത് പിടികൂടുകയും ചെയ്തു. ഈ കുട്ടി സത്യമാണ് പറഞ്ഞത്, ഈ കുട്ടി നല്ലൊരാളാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ചരിത്രങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ആ കൊള്ളത്തലവൻ പോലും നന്നായി എന്നുള്ളതാണ്. മാത്രമല്ല, ആ കൊള്ളത്തലവനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 70 ചില്ലാൻ ആളുകൾ നന്നായി എന്നുള്ളത്. അപ്പം നന്മയാണ് സത്യം. സത്യം നന്മയിലേക്ക് നയിക്കുന്നു, അത് സ്വർഗത്തിലേക്ക് നയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. സത്യത്തിന് തന്നെയാണ് വിജയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.